നമസ്കാരം. ഗാസയിലെ അവസ്ഥ അതിഭയാനകമായി തുടരുകയാണ്. 2025 ഓഗസ്റ്റ് വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ 61,000-ത്തിലധികം പേർ കൊല്ലപ്പെടുകയും 1,56,000-ത്തിലധികം പേർക്ക് പരിക്കുപറ്റുകയും ചെയ്തിട്ടുണ്ട്. ഗസയെ പൂർണ്ണമായി കീഴടക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ തുടങ്ങിക്കഴിഞ്ഞു. അതിനായുള്ള സൈനിക നടപടിക്ക് മുന്നോടിയായി സൈന്യത്തിലെ അംഗബലം കൂട്ടാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ. 50,000 റിസർവ് സൈനികരെ സൈന്യത്തിലേക്ക് എത്തിക്കുമെന്നാണ് റിപ്പോർട്ട്. സൈനിക നേതൃത്വത്തെ ഉദ്ധരിച്ച് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഹമാസ് ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്ന മേഖലകളിലായിരിക്കും സൈനിക നടപടി. ജനസാന്ദ്രത കൂടിയതാണ് ഈ മേഖലകളിൽ എന്നതിനാൽ വെല്ലുവിളി നിറഞ്ഞതാകും ഇത്. അതേസമയം ഗാസ കീഴടക്കാനുള്ള മുന്നൊരുക്കം നിലവിൽ ഗ്രൗണ്ടിലുള്ള ഇസ്രായേൽ സേന തുടങ്ങിക്കഴിഞ്ഞതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗാസയിൽ വെടിനിർത്താനും ബന്ദികളെ മോചിപ്പിക്കാനും തയ്യാറെന്ന ഹമാസ് നിർദ്ദേശത്തിൽ ലോകം വലിയ പ്രതീക്ഷയിലായിരുന്നെങ്കിലും ഇസ്രായേൽ അത് തള്ളുകയായിരുന്നു. മധ്യസ്ഥരായ ഈജിപ്ത്, ഖത്തർ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ഒരു മാറ്റവും കൂടാതെ ഹമാസ് അംഗീകരിച്ചിരുന്നു. എന്നാൽ വെടിനിർത്തില്ലെന്നും ഗാസയിൽ ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. ഇപ്പോൾ യുദ്ധം നിർത്തില്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് സമ്മർദ്ദത്തിലാണെന്നും ഗാസ പൂർണ്ണമായി പിടിക്കുമെന്നും നെതന്യാഹു പറയുന്നു. ഗാസയിൽ 11 പേർ കൂടി മരണത്തിന് കീഴടങ്ങിയതോടെ പട്ടിണിക്കൊലയിൽ മരിച്ചവരുടെ എണ്ണം 212 ഉയർന്നിരിക്കുന്നു. ഇതിൽ 100-ലേറെയും കുട്ടികളാണ്. കരമാർഗം കൂടുതൽ സഹായം എത്തിയില്ലെങ്കിൽ പട്ടിണി മരണം വ്യാപിക്കുമെന്ന് UN ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. ഭക്ഷ്യവസ്തുക്കൾ എയർ ഡ്രോപ്പ് ചെയ്യുന്നത് പട്ടിണി മറികടക്കാൻ ഒട്ടും പര്യാപ്തമല്ലെന്നും UN ഏജൻസികൾ അറിയിക്കുന്നു. എന്നാൽ റഫ ഉൾപ്പെടെ അതിർത്തികൾ വഴിയുള്ള സഹായ വിതരണത്തിന് കർശന നിയന്ത്രണം തുടരാൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനം. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ വെള്ളം, ഇന്ധനം, മരുന്ന്, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെ രൂക്ഷമായ ക്ഷാമം കൂടിയാണ് ഗസ അഭിമുഖീകരിക്കുന്നത്. ഭക്ഷണം തേടിയെത്തുന്ന ആളുകളെപ്പോലും ഒരു ദയയും കൂടാതെയാണ് ഇസ്രായേൽ സേന വെടിയുതിർത്ത് കൊല്ലുന്നത്. ഭക്ഷണത്തിനായി വന്ന 28 പേരെയാണ് ഒരു ദിവസം ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. ഗസ നഗരം പൂർണ്ണമായി കീഴ്പ്പെടുത്താൻ ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയതോടെ ഇസ്രായേൽ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് റിസർവ് സൈനികരെ റിക്രൂട്ട് ചെയ്യാനാണ് നീക്കം. ഗസ സിറ്റിയിൽ നിന്ന് 10,000-ങ്ങളെ പുറന്തള്ളാനാണ് ഇസ്രായേൽ തീരുമാനം. വിപുലമായ കരയുദ്ധവും പദ്ധതിയുടെ ഭാഗമാണെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ സൈനികമായി ഗസയെ കീഴ്പ്പെടുത്തുക എളുപ്പമല്ലെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ നിലപാട്. ബന്ദികളുടെ ജീവന് ഭീഷണി വരുത്തുന്ന പദ്ധതി ഉപേക്ഷിച്ച് ഹമാസുമായി കരാർ വേണം എന്നാവശ്യപ്പെട്ട് തെല്ലവീവിൽ ആയിരങ്ങൾ പ്രതിഷേധിക്കാൻ ഇടയായി. പ്രക്ഷോഭകരെ പിരിച്ചുവിടാൻ സുരക്ഷാ വിഭാഗം നടത്തിയ ബലപ്രയോഗത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ ഗസ പദ്ധതിക്കെതിരെ വിവിധ യൂറോപ്യൻ, അറബ് രാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു. ഇസ്രായേൽ പദ്ധതി കൂട്ട സിവിലിയൻ കുരുതിക്ക് വഴിയൊരുക്കുമെന്ന മുന്നറിയിപ്പുമായി UN-ഉം ലോകരാജ്യങ്ങളും രംഗത്തെത്തിയിരുന്നു. മാസങ്ങളായി സഹായമില്ലാത്ത ഗസയിൽ പോഷകാഹാരക്കുറവ് ഒരു ദുരന്താവസ്ഥയിലേക്ക് ഗസയെ തള്ളിവിടുന്നുണ്ട്. കുട്ടികളും ഗർഭിണികളും പ്രായമായവരുമാണ് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത്. ആശുപത്രികളിൽ പോഷകാഹാരക്കുറവുള്ള രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിമിതമായ വിഭവങ്ങൾ ഉണ്ടായിട്ടും അടിയന്തര പോഷകാഹാര സഹായം, അവശ്യ ഭക്ഷ്യവസ്തുക്കൾ, അടിയന്തര വൈദ്യപരിചരണം എന്നിവ നൽകാൻ മെഡിക്കൽ ടീമുകൾ അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു സമാധാന ചർച്ചകൾക്കും വഴങ്ങാതെ ഗസ പിടിച്ചെടുക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ. ഹമാസിനെ തുടച്ചു നീക്കാൻ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നതും ദുരിതം അനുഭവിക്കുന്നതും ഗസയിലെ ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളാണ്. ഗസയിലെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സംഘടനകളുടെ അടിയന്തര ഇടപെടൽ അനിവാര്യമാണ്.